Dear students, welcome to Learner's World. In this video, I'm going to talk about language, Introduction to Language and Linguistics, FAUGP, Semester 5, BA English Language and Literature, Calcutta University. Language is one of the greatest gift to human beings. It is the main tool that people use to express their thoughts, feelings, ideas, emotions and knowledge. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. അവൻ്റെ ചിന്തകൾ, വികാരങ്ങൾ, ആശയങ്ങൾ, അനുഭവങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ ഭാഷ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. Every day we use language to communicate with our family, friends, teachers and society. Language is not simply a group of words or sounds. എല്ലാ ദിവസവും നമ്മൾ ഫാമിലിനോട്, ഫ്രണ്ട്സിനോട്, സൊസൈറ്റിനോട്, സമൂഹത്തിനോട് ഒക്കെ ആശയവിനിമയം നടത്താൻ നമ്മൾ ദിവസവും ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. It is a well-organized system of communication in which sounds, words, symbols or gestures carry meaning. Through language, people exchange information, build relationship, preserve culture and pass knowledge from one generation to another. ഭാഷ എന്ന് പറയുന്നത് വെറും വാക്കുകളുടെയോ അല്ലെങ്കിൽ ശബ്ദങ്ങളുടെയോ ഒരു കൂട്ടമല്ല. മറിച്ച് ഭാഷ എന്ന് പറയുന്നത് അർത്ഥം, മീനിങ് കൈമാറുന്ന ശബ്ദങ്ങൾ, വാക്കുകൾ, ചിഹ്നങ്ങൾ, ആംഗ്യങ്ങൾ, അതായത് ജസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ളവ ചേർന്ന് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആശയവിനിമയ സംവിധാനമാണ് ഭാഷ എന്ന് പറയുന്നത്. ഈ ഭാഷയിലൂടെ ആളുകൾ വിവരങ്ങൾ കൈമാറുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും അതുപോലെ സംസ്കാരം, അതായത് കൾച്ചർ സംരക്ഷിക്കുകയും അതുപോലെ നോളജ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പകർന്നു നൽകുകയൊക്കെ ചെയ്യുന്നു. Language is unique to humans because it allows us to think creatively, express abstract ideas and communicate about anything, including the past, present, future and imagination. അതോടൊപ്പം തന്നെ മനുഷ്യന് ഭാഷയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് മനുഷ്യഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാസ്റ്റിനെ കുറിച്ചിട്ടും പ്രസൻറ്റിനെ കുറിച്ചിട്ടും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ കഴിയും എന്നതാണ്. Many linguists have defined language in different ways because it has many functions and characteristics. അതായത് ഒരുപാട് ലിംഗ്വിസ്റ്റ്, അതായത് ഭാഷാശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്ത രീതികളിൽ ഭാഷനെ നിർവചിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫങ്ഷനും, അതായത് ധർമ്മമൊക്കെ അടിസ്ഥാനമാക്കി. എഡ്വാർഡ് സാപ്പിൽ ഡിസ്ക്രൈബ്ഡ് ലാംഗ്വേജ് ആസ് എ പ്യുവർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്ട്രക്റ്റീവ് മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ് ത്രൂ സിംബൽസ്. എഡ്വാർഡ് സാപ്പിൽ ഭാഷയെ മനുഷ്യരുടെ ആശയങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും ചിഹ്നങ്ങളിലൂടെ, അതായത് സയൻസിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു മാനുഷിക ആശയവിനിമയ മാർഗമായിട്ട് ഭാഷനെ വിശേഷിപ്പിച്ചു. Bernard Bloch and George L. Trager also define language as a system of arbitrary vocal symbols that helps people communicate and cooperate. ബെർണാഡ് ബ്ലോക്കും ജോർജ് എൽ ട്രാഗറും ഭാഷയെ സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിനും സഹകരണത്തിനും സഹായിക്കുന്ന ഒരു സ്വതന്ത്രമായ ശബ്ദചിഹ്നങ്ങളുടെ ഒരു സംവിധാനമായിട്ട് ഭാഷയെ നിർവചിച്ചു. Noam Chomsky viewed language as a system of sentences created from a limited number of grammatical rules. He believed that human beings have an inborn mental ability that enables them to produce an unlimited number of meaningful sentences. നോം ചോംസ്കി ഭാഷനെ നിർവചിച്ചത് ഇങ്ങനെയാണ്. അതായത് നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ഗ്രാമാറ്റിക്കൽ റൂൾസ്, അതായത് പരിമിതമായ വ്യാകരണ നിയമങ്ങൾ ഉപയോഗിച്ച് അൺലിമിറ്റഡ് ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള സെൻറ്റൻസുകൾ സൃഷ്ടിക്കാൻ മനുഷ്യനൊരു ഇൻബോൺ ആയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്, ഒരു കഴിവുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെ കുറിച്ചിട്ട് പറയുന്നത്. Jean Aitchison explained language as a pattern system of arbitrary sound signals with special features such as creativity, structure, dependence, and cultural transmission. ജീൻ എയ്റ്റ്ചിസൺ ഭാഷയെ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട്, അതൊരു സർഗാത്മക, അതുപോലെ ഒരു ഘടനാപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉള്ള ഒരു സാംസ്കാരിക പരമായിട്ട്, അതായത് ഒരു കൾച്ചറൽ ട്രാൻസ്മിഷൻ,
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ശബ്ദ സൂചനകളുടെ സംവിധാനമായിട്ടാണ് ലാംഗ്വേജിനെ വിവരിച്ചത്. ദീസ് ഡെഫിനിഷൻസ് ഷോസ് ദാറ്റ് ലാംഗ്വേജ് പെർഫോം ടു മേജർ ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻസ്, ഈ നിർവചനങ്ങൾ ഭാഷയുടെ 2 പ്രധാന ധർമ്മങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. It has an informational function which allows people to exchange ideas, facts, and knowledge, and a social function which helps people build relationship, cooperate with others, and preserve culture and identity. അതായത് ഫസ്റ്റത്തെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത് അറിവും വിവരങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു വിവര ധർമ്മമാണ് ചെയ്യുന്നത്. ഒരു ഇൻഫോർമേഷൻ ഫങ്ഷനാണ് ചെയ്യുന്നത്. ആദ്യത്തേത് ഒരു ഇൻഫോർമേഷണൽ ഫങ്ഷനാണ്. അതായത് ആളുകൾക്ക് അവരുടെ ഐഡിയാസും ഫാക്ട്സും നോളജും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വിവരധർമ്മം ആണ് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത്, അതായത് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുകയും സംസ്കാരവും വ്യക്തിത്വവും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ധർമ്മമാണ് രണ്ടാമത് ചെയ്യുന്നത്. അതായത് ഒരു സോഷ്യൽ ഫങ്ഷൻ, സാമൂഹിക ധർമ്മം. അതായത് ആളുകളെ വിച്ച് ഹെൽപ്സ് പീപ്പിൾ ബിൽഡ് റിലേഷൻഷിപ്പ്, കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് ആൻഡ് പ്രിസർവ് കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി. അതായത് ആളുകൾ തമ്മിൽ ആശയവിനിമയത്തിലൂടെ ബന്ധിപ്പിക്കുകയും സംസ്കാരവും വ്യക്തിത്വവും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ധർമ്മം. The exact origin of language is still unknown. Over the years, many theories have been proposed to explain how language began. അതായത് ഭാഷയുടെ ഒരു യഥാർത്ഥ ഉത്ഭവം ഇന്നും വ്യക്തമായി അറിയപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് ബിഗിൻ ചെയ്തത് എന്നുള്ളത്. The earliest explanation was the theory of divine origin, which stated that language was a gift from God and that humans were created with the ability to speak. Ancient civilizations such as the Egyptians believed that the language came directly from divine powers. അതായത് ആദ്യകാലങ്ങളിൽ ദൈവിക ഉത്ഭവ സിദ്ധാന്തം ഭാഷ ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞിരുന്നു. അതായത് ദൈവത്തിൽ നിന്ന് ഗിഫ്റ്റ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു സമ്മാനമാണ് ലാംഗ്വേജ് എന്ന് ആദ്യകാലങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നു. Later scholars rejected this belief and proposed scientific explanation. പിന്നീട് അത് വലിയ പണ്ഡിതരൊക്കെ ഈ ഒരു വിശ്വാസം നിരസിച്ചു എന്നാണ് പറയുന്നത്. Johann Gottfried von Herder argued that language developed naturally as humans try to understand and describe the world around them. പിന്നീട് ജോഹാൻ ഗോഡ്ഫ്രീഡ് വോൺ ഹെർഡർ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിയുടെ സ്വാഭാവിക വികാസ ഫലമാണെന്ന് അഭിപ്രായപ്പെട്ടു. Charles Darwin suggested that language gradually evolved from the emotional cries and sounds of early humans through the process of evolution. പിന്നീട് ചാൾസ് ഡാർവിൻ ഭാഷ മനുഷ്യരുടെ ഒരു വികാര ശബ്ദങ്ങളിൽ നിന്ന് പരിണാമത്തിലൂടെ വളർന്നു എന്നതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാക്സ് മുള്ളർ criticized Darwin's theory and proposed the ding-dong theory, which claimed that natural objects inspired human speech. പിന്നീട് മാക്സ് മുള്ളർ ഡിങ് ഡോങ് സിദ്ധാന്തവും പിന്നീട് വേറൊരു സിദ്ധാന്തം പറയുന്നുണ്ട്, ബൗബൗ തിയറി, ഈ സിദ്ധാന്തവും അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. He also introduced the Babau theory, which suggested that early humans learned language by imitating the sounds of animals and birds. അതായത് അദ്ദേഹം പിന്നീട് പറയുന്നത് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്ത് അതിലൂടെയാണ് ലാംഗ്വേജ് ഉത്ഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. മോഡേൺ റിസർച്ചേഴ്സ് ബിലീവ് ദാറ്റ് ലാംഗ്വേജ് ഡെവലപ്ഡ് ത്രൂ കോഗ്നിറ്റീവ്, ആന്ത്രപ്പോളജിക്കൽ ആൻഡ് സോഷ്യൽ എവല്യൂഷൻ. പിന്നീട് ആധുനിക ഗവേഷകർ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വളർച്ച, ചിന്താശേഷി, സാമൂഹിക സഹകരണം എന്നിവയുടെ ഫലമായാണ് ഭാഷ വികസിച്ചതെന്ന് പിന്നീട് അവർ വിശ്വസിക്കുന്നുണ്ട്. They explain that the growth of the human brain, improved thinking ability, upright posture, better vision and increasing social cooperation all helped language develop. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഭാഷ വികസിക്കാൻ കാരണമായിട്ടുണ്ട്. അതായത് മനുഷ്യരുടെ ബ്രെയിനിൻ്റെ ഗ്രോത്ത്, തിങ്കിങ് എബിലിറ്റി, ചിന്തിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ആസ് ഹ്യൂമൻ സൊസൈറ്റി ബിക്കെയിം മോർ അഡ്വാൻസ്ഡ് ലാംഗ്വേജ് ഓൾസോ ബിക്കെയിം റിച്ചർ ആൻഡ് മോർ കോംപ്ലക്സ്. അതായത് മനുഷ്യ സമൂഹം കൂടുതൽ അഡ്വാൻസ്ഡ് ആയതോടുകൂടി ഭാഷയും കൂടുതൽ റിച്ചറായി മോർ കോംപ്ലക്സ് ആയി എന്നാണ് പറയുന്നത്. Although animals communicate using sounds, movements and signals, their communication system is very different from human language. മൃഗങ്ങളും ആശയവിനിമയം നടത്തുന്നുണ്ട്. അവർ സൗണ്ട്സും മൂവ്മെൻറ്റ്സും സിഗ്നൽസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആശയവിനിമയം മനുഷ്യരുടെ ആശയവിനിമയത്തിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ മെയിൻലി ഹെൽപ്സ് ദെം ഫൈൻഡ് ഫുഡ്, അവോയ്ഡ് ഡേഞ്ചർ, പ്രൊട്ടക്ട് ടെറിട്ടറി ആൻഡ് അട്രാക്ട് മേറ്റ്സ്. അതായത് ഈ മൃഗങ്ങളുടെ ആശയവിനിമയം എന്ന് പറയുന്നത് ഭക്ഷണം കണ്ടെത്തുക, അപകടം ഒഴിവാക്കുക, അതുപോലെ പ്രദേശം അവർ താമസിക്കുന്ന പ്രദേശം സംരക്ഷിക്കുക, ഇണയെ ആകർഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ മാത്രം പരിമിതമാണ് അവരുടെ ഭാഷ എന്ന് പറയുന്നത്. Human language, however, is unlimited and allows people to express ideas, emotions, memories, imagination, opinions, and abstract thoughts. Human language has several unique features. പക്ഷേ മനുഷ്യരുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് മനുഷ്യരുടെ ഭാഷ മൃഗങ്ങളുടെ ഭാഷയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. മനുഷ്യരുടെ ഭാഷയ്ക്ക് വളരെ യുണീക്കായിട്ടുള്ള സവിശേഷതകളുണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത്. അതായത് അവരുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, അതായത് പിന്നെ അത് അവരുടെ മെമ്മറീസ്, ഓർമ്മകൾ, ഇമാജിനേഷൻ, ഭാവനകൾ, ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യാൻ അവർ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് പറയുന്നത് ആർബിട്രറിനെസ് ആണ്. ആർബിട്രറിനെസ് means there is no natural connection between a word and its meaning. ആർബിട്രറിനെസ്, ഒരു വാക്കിനും അതിൻ്റെ അർത്ഥത്തിനും ഒരു സ്വാഭാവിക ബന്ധമില്ല. അതായത് ഒരു വേർഡിനും അതിൻ്റെ മീനിങ്ങിനും ബന്ധമില്ല, ഒരു കണക്ഷൻ ഇല്ല എന്നാണ് ആർബിട്രറിനെസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സെയിം ആനിമൽ ഈസ് കോൾഡ് ഡോഗ് ഇൻ ഇംഗ്ലീഷ്, കുത്താൻ ഇൻ ഹിന്ദി, ചീൻ ഇൻ ഫ്രഞ്ച് ആൻഡ് ഹണ്ട് ഇൻ ജർമ്മൻ. അതായത് നമ്മൾ മലയാളത്തിൽ പട്ടി എന്ന് പറയും, അതിന് ഇംഗ്ലീഷിലെ പേരാണ് ഡോഗ്. അപ്പോൾ ഒരു സെയിം ഒരേ മൃഗമാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ ഒരു ആർബിട്രറിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വേർഡിന് അതിൻ്റെ മീനിങ്ങും തമ്മിലൊരു നാച്ചുറൽ കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അടുത്തത് നീഡ് ഫോർ ലേണിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നീഡ് ഫോർ ലേണിംഗ് മീൻസ് ഹ്യൂമൻ മസ്റ്റ് ലേൺ ലാംഗ്വേജ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ് വൈൽ ആനിമൽസ് ആർ ബോൺ വിത്ത് മോസ്റ്റ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ്. അതായത് മനുഷ്യർ ഭാഷ മറ്റുള്ളവരിൽ നിന്നാണ് പഠിക്കുന്നത്. അതായത് മനുഷ്യർ ഭാഷ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്. മൃഗങ്ങൾ അങ്ങനെയല്ല. മനുഷ്യർ ഇൻട്രാക്ഷനിലൂടെ മനുഷ്യരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് ഭാഷ പഠിക്കേണ്ടത്. Chomsky explained this through the language acquisition device which helps children learn language. Chomsky ഈ ഒരു നീഡ് ഫോർ ലേണിംഗ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിലൂടെ. അതായത് കുട്ടികൾ ലാംഗ്വേജ് ലേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട് ഈ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിലൂടെ. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അലോസ് ഹ്യൂമൻസ് ടു ടോക്ക് അബൌട്ട് ദ പാസ്റ്റ്, ഫ്യൂച്ചർ, ഡിസ്റ്റൻറ്റ് പ്ലേസസ് ആൻഡ് ഇമാജിനറി സിറ്റുവേഷൻസ് വൈൽ ആനിമൽസ് യൂഷ്വലി കമ്മ്യൂണിക്കേറ്റ് ഓൺലി അബൌട്ട് ദ പ്രസൻറ്റ്. അടുത്ത ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് പാസ്റ്റ്, ഭൂതകാലം, അതുപോലെ ഭാവികാലം, സങ്കല്പങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഡ്യുവലിറ്റി മീൻസ് ദ മീനിങ്ലെസ് സൗണ്ട്സ് കോൾ ഫോണീംസ് കമ്പൈൻ ടു ഫോം മീനിങ്ഫുൾ വേർഡ്സ്. ഡ്യുവലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ശബ്ദങ്ങൾ ചേർന്ന് അർത്ഥമുള്ള വാക്കുകൾ ഉണ്ടാക്കുന്നതാണ് ഡ്യുവലിറ്റി. ക്രിയേറ്റിവിറ്റി enables people to produce and understand completely new sentences while animal communication is limited to fixed signals. അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സർഗാത്മകത, അതായത് പുതിയ വാക്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് റിക്കേർഷൻ. റിക്കേർഷൻ allows humans to create long and complex sentences by placing one phrase inside another.
റിക്കേഷൻ എന്ന് പറയുന്നത് സങ്കീർണമായ നീണ്ട വാക്യങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റിക്കേഷൻ എന്ന് പറയുന്നത്. കൾച്ചർ ട്രാൻസ്മിഷൻ മീൻസ് ലാംഗ്വേജസ് ലേൺ ഫ്രം പാരൻസ്, ഫാമിലി ആൻഡ് സൊസൈറ്റി റാദർ ദാൻ ഇൻഹെറിറ്റഡ് ത്രൂ ജീൻസ്. അതായത് കൾച്ചറൽ ട്രാൻസ്മിഷൻ, ഭാഷ തലമുറകളിലൂടെ പഠിച്ചാണ് കൈമാറപ്പെടുന്നത് എന്നുള്ളതാണ് കൾച്ചറൽ ട്രാൻസ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Animal communication mainly consists of instinctive sounds, body movements, facial expressions, chemical signals and gestures. അതായത് മൃഗങ്ങളുടെ ആശയവിനിമയം ശബ്ദങ്ങൾ, ശരീരചലനങ്ങൾ, മുഖഭാവങ്ങൾ, അതുപോലെ രാസസൂചനകൾ, ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെ ആശ്രയിച്ചിരിക്കുന്നു. A well-known example is the waggle dance of honeybees, which tells other bees the direction and distance of food. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. തേനീച്ചകളുടെ വാഗിൾ ഡാൻസ്, അതായത് ഭക്ഷണത്തിൻ്റെ ദിശയും ദൂരവും അറിയിക്കുന്ന ഒരു സിഗ്നലാണിത്, വാഗിൾ ഡാൻസ്. ഇതൊരു ഉദാഹരണമാണ് ഇതിൻ്റെ. Although animal communication is useful for survival, it lacks grammar, creativity and unlimited expression. അതായത് മൃഗങ്ങളുടെ ആശയവിനിമയം എന്ന് പറയുന്നത് അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരാക്രമിക്കാൻ വരുന്ന സമയത്തുണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഒക്കെയാണ്. അത് അവിടെ ഗ്രാമർ ഉണ്ടാവില്ല, ക്രിയേറ്റിവിറ്റി, അൺലിമിറ്റഡ് എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല. Therefore, it cannot be considered a complete language like human language. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഭാഷയെപ്പോലെ ഒരു കംപ്ലീറ്റ് ലാംഗ്വേജ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. Language is expressed mainly through speech and writing. Speech is the natural and primary form of language. ഭാഷ പ്രധാനമായും സംസാര ഭാഷയിലൂടെയും എഴുത്ത് ഭാഷയിലൂടെയും പ്രകടമാകുന്നുണ്ട്. സംസാര ഭാഷ സ്വാഭാവികവും പ്രാഥമികവുമായിട്ടുള്ള ഒരു ആശയവിനിമയ രീതിയാണ്. ഇറ്റ് അലോസ് ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്പീക്കേഴ്സ് ആൻഡ് ലിസണേഴ്സ് ഹു ക്യാൻ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് യൂസിങ് വേർഡ്സ്, ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ടോൺ ഓഫ് വോയിസ്. അതിൽ ആളുകൾക്ക് ഉടൻ പ്രതികരിക്കാനും മുഖഭാവങ്ങളും ശബ്ദഭാവങ്ങളും ഉപയോഗിക്കാനൊക്കെ കഴിയും. Writing is a visual form of language that uses letters and symbols to record ideas permanently. ഇനി എഴുത്തുഭാഷ എന്ന് പറയുന്നത്, എഴുത്തുഭാഷ എന്ന് പറയുന്നത് ചിന്തകളും അറിവും സ്ഥിരമായി രേഖപ്പെടുത്താൻ എഴുത്തുഭാഷ സഹായിക്കുന്നുണ്ട്. Unlike speech, writing does not require the writer and reader to be present at the same time. It preserves knowledge, literature, history and culture for future generations. അതായത് ചരിത്രവും സാഹിത്യവും സംസ്കാരവും ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കുന്നതിൽ എഴുത്തിന് വലിയ പങ്കുണ്ട്. ആ ഒരു എഴുത്തുകാരൻ അവിടെ സ്പീച്ചൊക്കെ പറയുന്ന പോലെ അവിടെ പ്രസൻ്റ് ആവണം എന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്, ഫ്യൂച്ചർ ജനറേഷന് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. Speech and writing also share several similarities. Both are used to communicate ideas, emotions and information. അതായത് സംസാരവും എഴുത്തും സ്പീച്ചും അതുപോലെ റൈറ്റിങ്ങും എന്ന് പറയുന്നത് കുറച്ച് സിമിലാരിറ്റീസ്, സാമ്യതകളുണ്ട്. രണ്ടും ആശയങ്ങളും വികാരങ്ങളും വിവരങ്ങളൊക്കെ കൈമാറാനാണ് ഉപയോഗിക്കുന്നത്. ബോത്ത് ഡിപ്പെൻഡ് ഓൺ ദ പർപ്പസ്, ഓഡിയൻസ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് സ്പീച്ച് സംസാരിക്കുന്നതാണെങ്കിലും എഴുത്താണെങ്കിലും അതിനൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ സ്പീച്ച് നടത്തേണ്ടതിന് അതിൻ്റെ ലക്ഷ്യമുണ്ട്, എഴുത്തിന് അതിൻ്റെ ലക്ഷ്യമുണ്ട്. അതും ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. അതുപോലെ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു ആശയവിനിമയം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനനുസരിച്ചാണ് രണ്ടും നടത്തുന്നത്. They both require grammar, vocabulary and proper organization. എഴുത്തിനായാലും സംസാരത്തിനായാലും ഗ്രാമർ വേണം, വൊക്കാബുലറി വേണം, പദസമ്പത്ത് വേണം, നല്ല രീതിയിൽ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. However, they also differ in many ways. Speech is immediate, interactive, informal and supported by gestures and voice. Writing is permanent, delayed, formal, precise and grammatically complete. അങ്ങനെയൊക്കെയാണെങ്കിലും എഴുത്തും, അതായത് റൈറ്റിങ്ങും സ്പീച്ചും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്.
സ്പീച്ച് സംസാരം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും, ഇൻട്രാക്റ്റീവ് ആയിരിക്കും. അതായത് രണ്ട് പേര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഇൻഫോർമൽ ആയിരിക്കും, അനൗപചാരികമായിരിക്കും. അതുപോലെ ജെസ്റ്റേഴ്സ് ഉണ്ടാവും, അതായത് നമ്മൾ പറയുന്നതിനനുസരിച്ചുള്ള ആംഗ്യഭാഷകളൊക്കെ നമ്മൾ കാണിക്കും. റൈറ്റിംഗ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, ഫിക്സ്ഡ് ആണ്, ഡിലേയ്ഡ് ആണ്, കുറച്ച് താമസിച്ചിട്ടുള്ള കാര്യമാണ്. ഫോമലാണ്, ഔപചാരികമായിട്ടുള്ളതാണ്, പ്രിസൈസ് ആണ്, വളരെ ചുരുങ്ങിയതാണ്, ഗ്രാമാറ്റിക്കലി കംപ്ലീറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. സ്പീച്ച് യൂസസ് സൗണ്ട്സ് വൈൽ റൈറ്റിംഗ് യൂസസ് ലെറ്റേഴ്സ് ആൻഡ് സിമ്പിൾസ്. സ്പീച്ചിൽ നമുക്ക് സൗണ്ട്സ് കാണാൻ കഴിയും, എഴുത്തിൽ ലെറ്റേഴ്സും സിമ്പിൾസ് ആയിരിക്കും. സ്പീച്ച് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ കോൺവെർസേഷൻസ്, ഇൻ്റർവ്യൂസ്, ഡിബേറ്റ്സ്, സെമിനാർസ്, ക്ലാസ് റൂംസ് ആൻഡ് ടെലിഫോൺ കോൾസ്. വെറസ് റൈറ്റിംഗ് ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ ബുക്സ്, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പർ, അക്കാഡമിക് വർക്ക്, ഒഫീഷ്യലി ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇമെയിൽസ്. അതായത് സ്പീച്ച് എന്ന് പറയുന്നത് സാധാരണ സംഭാഷണങ്ങളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ ഇൻ്റർവ്യൂസ്, ഡിബാറ്റ്സ്, സെമിനാർസ്, ക്ലാസ് റൂം ആൻഡ് ടെലിഫോൺ കോൾസ്. റൈറ്റിംഗ് എന്ന് പറയുന്നത് ബുക്കുകളിലാണ് നമ്മൾ എഴുതുന്നത്, ലെറ്റേഴ്സാണ് നമ്മൾ അതിൽ കാണപ്പെടുന്നത്, റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പേഴ്സ്, അക്കാഡമിക് വർക്ക്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇമെയിൽസ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് സൈൻ ലാംഗ്വേജ്. സൈൻ ലാംഗ്വേജ് മറ്റൊരു പ്രധാന ഭാഷാരൂപമാണ്. സൈൻ ലാംഗ്വേജ് യൂസസ് ഹാൻഡ് മൂവ്മെൻറ്റ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി പോസ്റ്റേഴ്സ് ആൻഡ് വിഷ്വൽ സൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് സ്പോക്കൺ സൗണ്ട്സ്. ഇറ്റ്സ് മെയിൻലി യൂസ്ഡ് ബൈ പീപ്പിൾ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, ബട്ട് മെനി ഹിയറിംഗ് പീപ്പിൾ ഓൾസോ ലേൺ ഇറ്റ്. അതായത് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള മൂവ്മെൻറ്റ്സ്, അതായത് കൈച്ചലനങ്ങൾ, എഴുതുമ്പോഴുള്ള കൈച്ചലനങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖഭാവങ്ങൾ, ബോഡി മൂവ്മെൻറ്റ്സ്, ശരീരചലനങ്ങൾ, ഇതിലൂടെ ആശയവിനിമയം നടത്തുന്നത്. ഐ കോണ്ടാക്റ്റ് ഒരു സൈൻ ലാംഗ്വേജ് ആണ്, കണ്ണിൽ നോക്കി പറയുന്നത്, നമ്മുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. കേൾവിശേഷി ഇല്ലാത്തവർ പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സൈൻ ലാംഗ്വേജിന് സ്വന്തം ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, different countries have different sign languages such as Indian Sign Language, American Sign Language ആൻഡ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്. അതായത് പല രാജ്യങ്ങൾക്കും പല രീതിയിലുള്ള സൈൻ ലാംഗ്വേജസ് ഉണ്ട്. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, അമേരിക്കൻ സൈൻ ലാംഗ്വേജ്, ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്. ദെൻ സൈൻ ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇമോഷണൽ എക്സ്പ്രഷൻ ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അതായത് സൈൻ ലാംഗ്വേജിന് ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് എഡ്യൂക്കേഷനിലും, കമ്മ്യൂണിക്കേഷനിലും, സോഷ്യൽ ഇൻട്രാക്ഷനിലും, ഇമോഷണൽ എക്സ്പ്രഷനിലും, കൾച്ചറൽ ഐഡൻറ്റിറ്റിയിലും. In conclusion, language is one of the greatest achievements of human civilization. It allows people to communicate thoughts, emotions, knowledge, and experiences while preserving cultural and history. Linguists have explained language from anthropological, structural, cognitive, and functional perspectives, and many theories have tried to explain its origin. Human language is unique because of features such as arbitrariness, learning, displacement, duality, creativity, recursion, and cultural transmission. Unlike animal communication, human language is flexible, creative, and unlimited. It exists in spoken, written, and sign forms, each playing an important role in human life. Through language, people share ideas, strengthen a relationship, preserve their heritage, and contribute to the progress of society. അതായത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റ് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടങ്ങളിൽ ഒന്നാണ് ഭാഷ എന്ന് പറയുന്നത്. അത് മനുഷ്യരെ ആശയങ്ങൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ എന്നിവ പങ്കുവെക്കാനും സംസ്കാരവും ചരിത്രമൊക്കെ സംരക്ഷിക്കാനും ഭാഷ സഹായിക്കുന്നു. മനുഷ്യഭാഷ അതിൻ്റെ സർഗാത്മകത, വഴക്കമുള്ള സ്വഭാവം, അനന്തമായ ആശയപ്രകടന ശേഷി എന്നിവ കാരണം മൃഗങ്ങളുടെ ആശയവിനിമയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സംസാര ഭാഷ, എഴുത്തുഭാഷ, സൈൻ ലാംഗ്വേജ് എന്നീ വിവിധ രൂപങ്ങളിലൂടെ ഭാഷ മനുഷ്യ ജീവിതത്തെ സമ്പന്നമാക്കുകയും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വലിയ സംഭാവന നൽകുകയും